തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും നീ ഏകനായി എന്തിനെൻ മുന്നിൽ വന്നു പനിനീർമണം തൂവുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂമ്പൊട്ടുകൾ തോരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും പാട്ടുമില്ലാതെ ഞാനിന്നേകനായി കേഴുമീ കൂടിനുള്ളിൽ എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. സാർ എന്തോ സൂപ്പർ സെലക്ഷൻ ആണല്ലോ. താങ്ക്സ്. സൂപ്പർ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടാണോ? നല്ല ഇഷ്ടമുള്ള പാട്ടാണ്, കേൾക്കാറുള്ള പാട്ടാണ്. ഓക്കെ, ചോദിച്ചു നോക്കാം. ഓ ചോദിക്കാം. ശരത് സാർ. സാറേ, സാർ വളരെ മനോഹരമായ ഒരു ഗാനം. അത് എൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല.
ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ, അത് നമുക്ക് അങ്ങോട്ട് വരാം. സമൂഹം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ജോൺസൺ മാസ്റ്റർ ചെയ്ത പാട്ടാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. പാടിയിരിക്കുന്നത് കെ ജയസുദാസ് സാറാണ്. അസാധ്യം. അത് ഇതിൽ എല്ലാ ആളുകളും പുലികൾ. അപ്പോൾ ഒന്നും പറയാം, ഇവരൊക്കെ കാട്ടി ജീവിക്കേണ്ടവരായിരുന്നു എന്നൊരു അഭിപ്രായമുള്ള അസാധ്യ പാട്ട്. ഇങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു നിവൃത്തിയിൽ. അതുമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ കേരളം, മലയാളം, ഇത് വേറെ ഏത് ഭാഷയിലും കൊണ്ടിട്ടാലും ഇത്രയ്ക്ക് ജല്ലാവത്തില്ല ഈ ട്യൂൺ. അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം പ്രണാം, ഞങ്ങളുടെ സ്നേഹം എപ്പോഴും ജോൺസേട്ടാ. അങ്ങ് ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ചക്കരെ സാറേ, ഓക്കെ, എന്നാൽ ഒരു ഭീകരമായി എന്ന് പറയുന്നില്ല ഞാൻ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ ആകാമായിരുന്നു എന്ന് തോന്നി. അപ്പം ചില വാക്കുകൾ പറയുന്നത്, ഇപ്പോൾ നീ സാന്ത്വനമായി, ആ സാന്ത്വനം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. സാന്ത്വനമായി എന്ന പാട്ട് കാര്യമല്ല, ആ അത് വേണ്ട നമുക്ക്, വേണ്ടേ? വേണം സാർ. അപ്പൊ അത് പ്രധാനമായിട്ട്. പിന്നെ നീനതാലിനീനേ, അത് മതി. കടമ്പിലേ തീരി നീ, അത് വരുമ്പോൾ ഒരു സുഖമില്ല. വേറെ എന്ത് പാടിയിട്ട് അതിന് കാര്യമില്ല. തൂക്കി അളന്ന് മുറിച്ച് വെച്ചേക്കാണത്. പിന്നെ ഈ ലോ പോർഷൻ, അത് ഏതായിരുന്നു? അത് പനിനീർമണം. അതുപോലെ എതിരേൽക്കാൻ. അതൊന്ന് പാടാമോ? അത് പനി അത് സ്വരവുമാണ്. പനി നീർമണം തൂവുമെൻ അപ്പൊ എന്തെങ്കിലും അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ടേ, കുറച്ചും കൂടെ അകത്തേക്ക് ഇറങ്ങി അത് ഒരു ഖനനം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നന്നായിട്ടാണ് പാടിയത്, പക്ഷെ അത് കുറേയും കൂടെ നന്നാക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. നന്ദി. താങ്ക് യു സർ. ഓക്കെ, ഷാനിക്ക. പക്ഷേ സാറേ, കുഴപ്പമില്ലായിരുന്നു. ഇത് രാഹുലാണോ ഇത് എഴുതിയത്? രാഹുലാണോ ഇത് എഴുതിയത്? അതെ അതെ, ഞാൻ എഴുതിയത്. രാഹുലേ, എനിക്ക് രാഹുലിന്റെ മൈക്ക് പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഹൈ പോകുന്ന പോർഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് അകറ്റി വെക്കുന്നുണ്ട് മൈക്ക്. അതിന്റെ പൊസിഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. അതുകൊണ്ട് അത് കേൾക്കുന്നില്ല. എല്ലാവരും സിമിലർ ആയിട്ടാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോ എൻഡ് ഒന്ന് സ്ട്രോങ് ആക്കണം. രാഹുലിന്റെ സ്ട്രോങ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദമാണ്. ഭയങ്കര രസമുള്ള ശബ്ദമാണ്. ഇങ്ങനെ കേട്ടിരിക്കാം, ഭയങ്കര രസമുണ്ട്. ഈ ഉഗ്രൻ സെലക്ഷനുമാണ്, കറക്റ്റ് സെലക്ഷനുമാണ്. അപ്പൊ അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ സിംഗിങ് കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. സാറേ, നല്ലൊരു പാട്ട്, നന്നായിട്ട് പാടി. ഇതിനെക്കാട്ടി നന്നായിട്ട് പാടാമായിരുന്നു. അതെ. അപ്പൊ തുടക്കത്തിൽ തന്നെ മുന്നാഴി കനവ് ശ്രുതി, അത് കഴിഞ്ഞിട്ട് താലോലം ശ്രുതി, എല്ലാ സ്ഥലങ്ങളിലും വന്നത് ഈ ശ്രുതിയുടെ ഒരു പ്രശ്നവും, പിന്നെ ജോൺസേട്ടന്റെ എല്ലാ പാട്ടിലും ഈ ഒടിവുള്ള സംഗതികളും. അതായത് ഇപ്പൊ ഈ ലോ പോർഷനിലെ ഒന്ന് പാടിക്കേ. അവിടെ ചെറിയ ഫീൽ ഇട്. ഞാനിന്നേകനായി കേഴുമീ കൂടിനുള്ളിൽ, അത്രയില്ല, കൂടിനുള്ളിൽ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇതേപോലെ ഒരുപാട് ജോൺസേട്ടന്റെ പാട്ടുകളിൽ പല പാട്ടുകളിലും വരാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു സംഭവം ഇത് കണ്ണീർ പൂവിന്റെ ഇതിനകത്തുണ്ട്, കണ്ടുണ്ടോ? കണ്ടായിരുന്നു? ഇവിടെ അത് തന്നെയാണ്, ഗാരി സരീസനി അല്ലേ? അപ്പൊ അങ്ങനത്തെ അത് കൃത്യമായിട്ട് പാടി ഒന്നുകൂടെ നന്നായിരിക്കും. എന്തായാലും പാട്ട് നന്നായിട്ട് പാടി, നല്ല സെലക്ഷനാണ്. ഈ പറഞ്ഞ പോലെ മൈക്ക് അഡ്ജസ്റ്റ്മെന്റും ഈ ശ്രുതി ബേസിക് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിരുന്നു അണ്ണ, നന്നായിരുന്നു. അണ്ണൻ കലക്കി. താങ്ക് യു സർ. അണ്ണൻ കലക്കി. ചേച്ചി. രാഹുൽ ചേച്ചി. രാഹുൽ മാഷ്
രാഹുൽ, ഈ പാട്ടിന്റെ അകത്ത് നല്ല വോയിസ് ടെക്സ്ചർ ആയിരുന്നു, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി കനവ് എന്ന് പറയുന്ന വാക്ക് എവിടെയൊക്കെ വരുന്നോ അതെല്ലാം ഇങ്ങനെ ഷാർപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു. കനവ് പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം, അത് വേറൊരു കാര്യം. പക്ഷെ ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് അതങ്ങ് ക്ലിയർ ആയി, ഓക്കെ ആയി. പക്ഷെ രാഹുൽ നല്ല വോയിസ് ആണ്. ആദ്യം രാഹുൽ വന്ന സമയത്തേ ഞാൻ പറഞ്ഞൊരു കാര്യം, നല്ല വോയിസ് ആണ്. അപ്പൊ ഇതിനി ശ്രുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. കാരണം പല സ്ഥലങ്ങളിലും ഈ ശ്രുതി പ്രശ്നങ്ങൾ, പിന്നെ ബേസ് പാടുമ്പോഴത്തേക്ക് കുറച്ചൊരു സ്ട്രഗിൾ ഫീൽ ചെയ്യുക, അവിടെ കഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. രാഹുലിന്റെ വോയിസിൽ അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം, അതിൽ എങ്ങനെയൊക്കെ ഫീൽ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പാടുക, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പം രാഹുൽ ദാസേട്ടനെ മാറി പാടിയോന്നൊന്നും നോക്കിയിട്ടല്ല മാർക്ക് ഇടുന്നത്. ഓക്കെ, അപ്പൊ അത് എത്ര നന്നായിട്ട് രാഹുലിന് പെർഫോം ചെയ്യാം അതാണ് ഞങ്ങൾ ഇവിടെ മാർക്ക് ഇടുന്നത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇനി നന്നാക്കുക. ഇനിയും ചിരിച്ചു പാടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, അല്ലേ? ഞങ്ങൾക്ക് ആ ചിരി ഒന്ന് കാണണല്ലോ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ, എന്തോ എത്രയാണ് മാഷിന്റെ മാർക്ക്? ഇപ്പൊ രാഹുൽ സാറേ, സാറിന് 8.1 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക, ദേണ്ട കിടക്കുന്നു. ഓക്കെ. എം ജി സർ, എന്തായാലും അണ്ണന് ഞാൻ 8.3. താങ്ക് യു സർ. അണ്ണനെ പറഞ്ഞു വിടും. രാഹുൽ ഈ പെർഫോമൻസിന് 8.1. ഓക്കെ, സോ ടോട്ടൽ 24.5. ഓക്കെ, ശരി.